ഒരു അനാഥ ബാലൻ മുറ്റത്ത് ചുള്ളിക്കമ്പ് കൊണ്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അതുവഴി കടന്നുപോയ ഒരാൾ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എന്തെടുക്കുകയാണ്? കുട്ടി പറഞ്ഞു, ഞാൻ സ്വർഗം വരയ്ക്കുകയാണ്. വളരെ കൗതുകത്തോടെ ജിജ്ഞാസയോടെ അയാൾ ചോദിച്ചു, സ്വർഗം വരയ്ക്കുകയോ? അതെ, ഞാൻ സ്വർഗം വരച്ച് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിന്റെ സ്വർഗത്തിൽ ഒരിടം എനിക്ക് തരുമോ? കുട്ടി പറഞ്ഞു, തരാം, പക്ഷേ 50 രൂപ വേണം. 50 രൂപയോ? അതെ, ഇന്നത്തെ ഉച്ചയൂണിന് 50 രൂപയാണ് കടക്കാരൻ ആവശ്യപ്പെട്ടത്. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ അയാൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ഉടനെ പേഴ്സിൽ നിന്നും 500 രൂപയെടുത്ത് കുഞ്ഞിന് നീട്ടി. കുഞ്ഞു പറഞ്ഞു, വേണ്ട, ഞാൻ ആവശ്യപ്പെട്ടത് 50 രൂപയാണ്, 500 അല്ല. ഒടുവിൽ 50 രൂപ കൊടുത്ത് ഇയാൾ വീട്ടിലേക്ക് പോയി. രാത്രി ഉറങ്ങിയപ്പോൾ മനോഹരമായ സ്വപ്നം. ഇയാൾ സ്വർഗത്തിലൂടെ നടക്കുകയാണ്. സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും കണ്ട് ഇയാൾ സന്തോഷിക്കുകയാണ്. നേരം പുലരാൻ കാത്തിരുന്നു തൻ്റെ ഭാര്യയോട് ഈ കഥ പറഞ്ഞു കേൾപ്പിക്കാൻ. നേരം വെളുത്തപ്പോഴും തൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയേ, ഞാൻ ഇന്നലെ മനോഹരമായൊരു കിനാവ് കണ്ടു. സ്വർഗം, വളരെ ഭംഗിയുള്ള സ്വർഗം. അതെങ്ങനെയാണ് മനുഷ്യ നിങ്ങൾ സ്വർഗം വാങ്ങിയത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ ഇദ്ദേഹം വിവരിച്ചു. ഉടനെ ഇവർ ആ കുട്ടിയെ തിരക്കി ഇറങ്ങി. വലിയ താമസിയാതെ കുട്ടിയെ കണ്ടെത്തി. 50 രൂപ നീട്ടിയിട്ട് പറഞ്ഞു, എനിക്കും മോനെ നിന്റെ സ്വർഗം വേണം. കുട്ടി പറഞ്ഞു, സ്വർഗം വിൽക്കുകയില്ല. അപ്പോൾ മോൻ ഇന്നലെ എൻ്റെ ഭർത്താവിന് വിറ്റതോ? പക്ഷേ നിങ്ങളുടെ ഭർത്താവ് സ്വർഗം വാങ്ങുകയല്ല ചെയ്തത്, എൻ്റെ കണ്ണീരൊപ്പുകയാണ് ചെയ്തത്. നിങ്ങൾ വന്നത് എൻ്റെ കണ്ണീരൊപ്പാനല്ല, മറിച്ച് സ്വർഗം വാങ്ങാനാണ്. ഉദ്ദേശശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ പ്രധാനം. അള്ളാഹുവിൻ്റെ തിരുനോട്ടം എപ്പോഴും ഉണ്ടാവുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, കർമ്മങ്ങളിലേക്കല്ല. കർമ്മത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിഷ്കളങ്കതയും പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു കർമ്മങ്ങൾ പരിഗണിക്കുകയും മാർക്കിടുകയും ചെയ്യുക. നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ചരിത്രം. നായയ്ക്ക് വെള്ളം കൊടുത്ത നാട്ടിലെ ദുർനടപ്പുകാരിയായ ഒരു പെണ്ണിന് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നായയ്ക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതാണ്. എന്ന് കരുതി സ്വർഗത്തിലെ ചീട്ട് കിട്ടാൻ, സ്വർഗത്തിലെ ടിക്കറ്റ് കിട്ടാൻ പട്ടിക്ക് വെള്ളം കൊടുത്താൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. അവർ ചെയ്ത കർമ്മം എന്താണ്? അവർ ചെയ്ത പ്രവൃത്തി നായയ്ക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതല്ല. ആ പ്രവൃത്തിക്ക് കാരണമായ കാരുണ്യവും സഹാനുഭൂതിയും ദയയുമുണ്ടല്ലോ, അതിന് പകരം പടച്ചവൻ കൊടുത്തതാണ് സ്വർഗം.